ഓം ശ്രുതിസ്മൃതിഃ പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഓം അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകതം തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. യാ കുന്ദേന്ദുതുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാപരദണ്ഡമണ്ഡിതകര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഢ്യാപഹ. ഖഡ്ഗം ചക്രഗദേഷു ചാപപരിഘാൻ ശൂലം ഭുശുണ്ഡിം ശിര ശംഖം സംദധിം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാശ്മദ്യുതിമാസ്യ പാദദശകാം സേവേ മഹാകാളിയാം യാമസ്തു സ്വപിദേഹരൗ കമലജോ ഹന്തും മധും കൈഡഭം. ശ്രീ മഹാദേവി നമഃ. പറഞ്ഞു ഭഗവതിയുടെ സ്ഥൂല വർണ്ണനകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തില് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 50ഓളം നാമങ്ങള് ഭഗവതിയുടെ സ്ഥൂല രൂപ വർണ്ണനയാണ് വാഗ്ദേവതമാര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർണ്ണനീയമായ അല്ലെങ്കിൽ അഭൗമ സൗന്ദര്യാദി ലക്ഷണങ്ങളെ കുറിച്ച് ഒക്കെയാണ് ഈ നാമങ്ങളിലൂടെ വശിന്യാദി വാഗ്ദേവതമാര് നമ്മളെ മുമ്പിലേക്ക് വെച്ചു തരുന്നത്. അത് അവർണ്ണനീയം തന്നെയാണ്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള അഭൗമമായ സൗന്ദര്യം അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഒക്കെയാണ് ഭഗവതിക്ക് ഉള്ളത്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനിയുള്ള നാമങ്ങളിൽ ചിന്തിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ 6ഓളം നാമങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി, നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. ഇനി നമ്മൾ ഇന്ന് 7ാമത്തെ നാമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ചതുർബാഹു സമന്വിത എന്ന നാമത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ചതുർബാഹു സമന്വിത. ചതു എന്ന് പറഞ്ഞാൽ 4 എന്നുള്ള അർത്ഥമാണ്. 4 കൈകളോടെ സമ്യക്കാകും വണ്ണം എന്ന് പറഞ്ഞാൽ ദോഷരഹിതമായിട്ട് ചേർന്നവൾ. ഭഗവതിക്ക് 4 കൈകളായിട്ടാണ് സ്ഥൂല രൂപ വർണ്ണനയിൽ കാണിക്കുന്നത്. ചതുർബാഹു സമന്വിത. ബാഹുക്കൾ എന്ന് പറഞ്ഞാൽ കൈകൾ. 4 കൈകളോടെ വേണ്ട വിധത്തില് അല്ലെങ്കിൽ സമ്യക്കായിട്ട് അതുമല്ലെങ്കിൽ ദോഷരഹിതമായിട്ട് ചേർന്നവൾ എന്ന് ആ നാമത്തിന് അർത്ഥം. എന്താണ് ചതുർബാഹു സമന്വിത? എന്തുകൊണ്ടാണ് ഈ 4 എന്ന് വെക്കാനുള്ള കാരണം? അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഭാരതീയ സങ്കല്പം അനുസരിച്ച് അതുമല്ലെങ്കിൽ സനാതന ധർമ്മത്തില് 4 എന്ന അക്കത്തിന്, സംഖ്യക്ക് വളരെ പ്രാധാന്യമുണ്ട് അല്ലെ? ഇനി ബ്രഹ്മാവിന് 4 മുഖങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ചതുർമുഖത്തിൽ നിന്നാണ് ചതുർവേദങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്. 4 യുഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? യുഗങ്ങളെ കൃത, ത്രേത, ദ്വാപര, കൽകി. അതും 4ആണ്. ജീവിതത്തിന്റെ ഘട്ടങ്ങളെ നോക്കുകയാണെന്ന് വെച്ചാൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ആലോചിച്ച് നോക്കൂ, അതും 4. ഒരു നമ്മളൊരു വീട് വെക്കുന്ന 4 കാലുകൾ, തൂണുകൾ അല്ലെ? അപ്പൊ 4 എന്നുള്ളതിന് ഭാരതീയ സങ്കല്പം അനുസരിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. വെറുതെ അല്ല
വാഗ്ദേവതമാരെ ഇങ്ങനെ ഒന്ന് വെച്ചതും സ്ഥൂല രൂപവർണ്ണനയില്. പുരുഷാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ചതുർവിധ പുരുഷാർത്ഥങ്ങൾ: ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം, അല്ലെ? ചതുർവിധ പുരുഷാർത്ഥങ്ങൾ അതിനും 4. ഇവിടെ നമ്മളെ നാമം എന്താണ്? ചതുർബാഹു സമന്വിത. ചതുരാശ്രമങ്ങളെ കുറിച്ച് പറയാറുണ്ട്, അല്ലെ? അത് 4. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്നിവ. ചതുർവർണ്ണത്തെ കുറിച്ച് പറയാറുണ്ട്, അല്ലെ? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അങ്ങനെ തുടങ്ങിയിട്ടില്ല. അപ്പൊ 4 എന്നുള്ള സംഖ്യക്ക് ഒരുപാട് പ്രാധാന്യം ഉള്ള ഒന്നാണ് എന്ന് ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചതുർബാഹു സമന്വിതയാണ് നമ്മൾ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപാസിക്കുന്ന ഭഗവതി ലളിത ത്രിപുര സുന്ദരി. ലളിതാ സഹസ്രനാമത്തിലൂടെ ഏത് ആരാധ്യ ദേവതയാണ് നമ്മൾ ആരാധിക്കുന്നത്? ഋഷിഛന്ദസ് എന്താണ്? വശിന്യാദി വാഗ്ദേവതാർഷയ അനുഷ്ഠുപുച്ഛന്ദ ശ്രീലളിത പരമേശ്വരി ദേവത, അല്ലെങ്കിൽ ലളിത ത്രിപുര സുന്ദരി ദേവത. അപ്പൊ നമുക്ക് ചിന്തിക്കാനാണ്, ആയുധങ്ങളെ കുറിച്ച് വിവരിക്കുകയാണ് അടുത്ത നാമത്തിൽ ചെയ്യുന്നത്. ഇപ്പൊ ചതുർബാഹു സമന്വിതയാണ് ലളിത ത്രിപുര സുന്ദരി എന്ന് മനസ്സിലാക്കും. ചതു എന്നുള്ളതിന് 4 എന്ന അർത്ഥമുണ്ട്, ബാഹു എന്നതിന് കൈകൾ എന്ന അർത്ഥമുണ്ട്.